പോകുന്നതിന് മുൻപ് അവന് യമന്റെ വാറന്റ് കൊടുക്കണം. സർ. ഹലോ, സിറ്റി പോലീസ് കമ്മീഷണർ ഓഫീസ്. ആക്സിഡന്റോ? കമ്മീഷണർ ഇവിടെ ഇല്ലല്ലോ. ട്രെയിനിന് സമയമായല്ലോ, ഇനിയും താമസിച്ചാൽ പറ്റില്ല. ഞങ്ങൾ പുറപ്പെടുന്നതിന് മുമ്പ് എത്തിക്കോളാന്ന് പറഞ്ഞിട്ടാ ജയേട്ടൻ പോയത്. എന്നിട്ട് പിന്നെന്താ ഇത്രയും താമസിക്കുന്നത്? ഒരു കാര്യം ചെയ്യൂ, നിങ്ങൾ പുറപ്പെട്ടോളൂ. അത് വേണ്ട മുത്തച്ഛ, ഡാഡി വന്നിട്ടേ ഞങ്ങൾ പോകുന്നുള്ളൂ. എന്താ ശങ്കരകുട്ടി? ജയൻ റെയിൽവേ സ്റ്റേഷനിൽ നിങ്ങളെ കണ്ടോളൂ, ഇല്ലെങ്കിൽ ബോർഡിങ് വരും. കാറി കേറാനല്ലേ പറഞ്ഞത്? അയക്കാം മോളെ. എന്നയക്കും മുത്തച്ഛ? നാളെ അയക്കാം. തീർച്ച. ഡ്രൈവർ, കാർ എടുത്തോളൂ. ഡോക്ടർ, ഞങ്ങൾ മിസ് മേനോനെ പ്രതീക്ഷിക്കുകയായിരുന്നു. തലയ്ക്ക് ആ മുറിവ് വളരെ സീരിയസ് ആണ്. ഒരു ഓപ്പറേഷൻ കൂടിയേ തീരൂ. അതിന് മദ്രാസിൽ കൊണ്ടുപോകുന്നതാണ് നല്ലത്.
ഡോക്ടർ? ഒന്നും പറയാനായിട്ടില്ല. ഈശ്വരനോട് പ്രാർത്ഥിക്കൂ. മിസ്റ്റർ ബി.ജി. മേനോനല്ലേ? മിസ്റ്റർ ഗോപിനാഥ്? യെസ്. കണ്ടിട്ട് വർഷങ്ങൾ എത്രയായി? കോളേജ് വിട്ടതിന് ശേഷം ഇതാദ്യമാണെന്ന് തോന്നുന്നു. ഇവിടെ സ്റ്റേഷൻ കഴിഞ്ഞ് ഇപ്പൊ കൊണ്ട് കിടത്തിയതേ ഉള്ളൂ. സീരിയസ് ആണോ? ആ, മിസ്റ്റർ ഗോപിനാഥ് ഇവിടെ? ഞാനിപ്പോ മദ്രാസ് സെൻട്രൽ ജയിലിലെ സൂപ്രണ്ടാണ്. ആ, എന്റെ അമ്മ ഇവിടെ ചികിത്സയിലുണ്ട്. കാണാൻ വന്നതാണ്. I am sorry. ഇത് മിസ്റ്റർ മേനോന്റെ മകനല്ല, ഇത് വിക്രമനാണ്. കൊലക്കുറ്റത്തിന് ജീവപര്യന്തം ശിക്ഷിക്കപ്പെട്ട് സെൻട്രൽ ജയിലിൽ കഴിയുന്ന വിക്രമൻ. വാട്ട് യു മീൻ? ഇത് നിങ്ങളുടെ മകനാണെന്നാണോ പറയുന്നത്? ഞാൻ എന്താ മറുപടി പറയേണ്ടത്? ജസ്റ്റ് എ മിനിറ്റ്. சென்ட்ரல் ஜெயில். நான் ஜெயில் சூப்பரண்ட் பேசுறேன். எஸ் சார். அந்த சி பிளாக்ல விக்ரமன் கொலையாளி இருக்கானா? இருக்கு சார். இப்பதான் சாப்பாடு போட்டு செல்ல அடைச்சிருக்குது. ஏதாவது விஷயம் இருக்குதா சார்? ஒண்ணும் இல்ல, ஒரு சின்ன சந்தேகத்தை தீர்க்கறதுக்காக கூப்பிட்டேன். ഇതൊരു അത്ഭുതമായിരിക്കുന്നല്ലോ മിസ്റ്റർ മേനോൻ. വിക്രമൻ ജയിലിൽ തന്നെയുണ്ട്. നിങ്ങളുടെ മകനെയും വിക്രമനെയും തമ്മിൽ തിരിച്ചറിയാൻ പറ്റില്ല. നമുക്ക് ജയിലിൽ ചെന്ന് കാണാം. നോട്ട് നൗ. സാർ, അദ്ദേഹം മരിക്കുന്നതിന് മുമ്പേ എഴുതിയതാണ്. നമ്പർ 17. ഈ നമ്പറിനും ആക്സിഡന്റിനും തമ്മിൽ എന്തെങ്കിലും ബന്ധം കാണുമെന്നുള്ളത് തീർച്ച. യെസ്, ഏതെങ്കിലും വാഹനത്തിന്റെ നമ്പർ ആയിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. അതൊക്കെ നമുക്ക് പിന്നീട് അന്വേഷിക്കാം. ഇപ്പോ ബാക്കി കാര്യങ്ങൾ നടക്കട്ടെ. വിവരം നാട്ടിൽ അറിയിക്കണ്ടേ? വേണ്ട. ഈ മരണവാർത്ത അറിഞ്ഞാൽ കുട്ടികൾക്കും വത്സലയ്ക്കും എന്തൊക്കെ സംഭവിക്കുമെന്ന് എനിക്ക് നിശ്ചയമില്ല. അപ്പൊ പിന്നെ അറിയിക്കാതിരുന്നാലോ? സാവധാനം അറിയിക്കാം. ശവദാഹമൊക്കെ ഇവിടെ തന്നെ നടക്കട്ടെ.
അതിനുള്ള ഏർപ്പാട് ചെയ്തു തന്നാൽ ഐ വിൽ ഡു ഇറ്റ്. സൂപ്രണ്ട് കൂപ്പിടുന്നു. മനസ്സിലാണോടാ? ഓണെന്നോ എന്നാടാ നീ ഉറവാങ്ങരുത് ജാഗ്രത. 2 പ്രാവശ്യം ജയിൽ ചാടാൻ ശ്രമിച്ചതുകൊണ്ട് വിക്രമനെ ഒരു പ്രത്യേക സെല്ലിൽ ഇട്ടിരിക്കുകയാണ്. ഈസ് എൻ അൺറൂളി എലമെന്റ്. അനുസരിപ്പിക്കാൻ അല്പം ബുദ്ധിമുട്ടാണ്. 2 പേരെ കൊന്നവനല്ലേ. ഞാൻ പറഞ്ഞത് എങ്ങനെയുണ്ട്? അത്ഭുതകരമായിരിക്കുന്നു. മുടിക്ക് മാത്രമേ വ്യത്യാസമുള്ളൂ. എന്താ അത്ര സൂക്ഷിച്ചു നോക്കുന്നത്? മനുഷ്യനെ കണ്ടിട്ടില്ലേ? ഓ, വിലങ്ങ് കണ്ടിട്ടായിരിക്കും. ജയിൽ ചാടി പോകാതിരിക്കാനുള്ള കുരുക്ക. എപ്പോഴേ കുരുക്ക കാണണം കേട്ടോ. ഇനി നമുക്ക് പോവാം. തറവാട്ടിലേക്ക് പോയിക്കൂടെന്നാ ചോദിച്ച്. ഇവിടെ ഇങ്ങനെ നിൽക്കാൻ എനിക്ക് പറ്റില്ല. അല്പസമയം കൂടുന്ന ക്ഷമിച്ചുകൂടെ വിക്രമ? ക്ഷമിക്കാം. ഇവിടെ അല്പം താമസമുണ്ട്. ആ സ്റ്റൂളിൽ എടുത്തത്. സ്റ്റൂൾ എടുക്കാൻ പറഞ്ഞപ്പോ കഥകളി കാണിക്കുന്നു. ഓ, ഇവരിവിടെ ഉള്ളതുകൊണ്ടൊന്നും വയ്യെന്നായിരിക്കും. പിന്നെ ഒരു കാര്യം, എന്നെ തല്ലാൻ വല്ല പരിപാടി ഉണ്ടെങ്കിലേ വില കഴിച്ചിട്ടല്ലണം. നിന്നെ ആരും തല്ലില്ല വിക്രമ. ആ ഇരിക്കേ. ഗോപിനാഥ് കമ. മിസ്റ്റർ ഗോപിനാഥ്, വിക്രമനെ കണ്ടു കഴിഞ്ഞപ്പോ എനിക്കൊരു ഐഡിയ തോന്നുന്നു. എന്താണാവോ? ഇവനെ കുറച്ചു നാളത്തേക്ക് വെളിയിൽ തരാം. ഒരു 3 മാസത്തേക്ക്. മിസ്റ്റർ മേനോൻ എന്താ ഈ പറയുന്നത്? ജീവപര്യന്തം ശിക്ഷിച്ചിട്ടിരിക്കുന്ന കൊലപ്പുള്ളിയാണ് വിക്രമൻ. അത് നിങ്ങൾ നേരത്തെ പറഞ്ഞല്ലോ. വിക്രമനെ വെളിയിൽ കൊണ്ടുപോകുന്നതിന്റെയും തിരിച്ചിവിടെ കൊണ്ടുവന്ന് ഏൽപ്പിക്കുന്നതിന്റെ ഉത്തരവാദിത്വം ഞാനേക്കാം. പക്ഷേ അതിന് ഗവൺമെന്റിന്റെ സ്പെഷ്യൽ സാങ്ഷൻ ഇല്ലാതെ പറ്റില്ല. രാജ്യത്തിന് പൊതുവായി താല്പര്യമുള്ള എന്തെങ്കിലും കാര്യത്തിലാണെന്ന് തെളിയിച്ചാൽ സാങ്ഷൻ കിട്ടിയേക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇത് രാജ്യത്തിന്റെ പൊതുവായ കാര്യം തന്നെയാണ്. സ്പെഷ്യൽ ഡ്യൂട്ടിയിൽ വന്ന ജയമോഹനെ സാമൂഹ്യ വിരുദ്ധന്മാർ മനഃപൂർവ്വം കൊന്നിട്ടുള്ളതാണ്. പക്ഷേ അവർ മരിച്ചു എന്ന് കരുതിയിരിക്കുന്ന ജയമോഹൻ തിരിച്ചു വരുമ്പോ പല അത്ഭുതങ്ങളും സംഭവിച്ചു എന്ന് വരും. നമുക്കൊന്ന് പരീക്ഷിച്ചു നോക്കിയാലോ? പക്ഷേ വിക്രമനെ ജയമോഹനാക്കി എടുക്കാൻ കുറെ ക്ലേശങ്ങൾ സഹിക്കേണ്ടി വരും. അതൊക്കെ ഞാൻ ഏൽക്കുന്നു. എങ്കിൽ ഗവൺമെന്റിൽ നിന്നും സാങ്ഷൻ വാങ്ങിച്ചിരുന്ന കാര്യം ഞാനും ഏൽക്കുന്നു. മിസ്റ്റർ മേനോന്റെ ജാമ്യത്തിലെ വിടാൻ പറ്റൂ. ഓക്കെ. ഇനി മറ്റൊരു കാര്യം. ജയമോഹൻ മരിച്ചിട്ടില്ല എന്ന രീതിയിലായിരിക്കണം നമ്മുടെ ഫർദർ പ്രൊസീഡിങ്സ്. മരിച്ചുപോയ വിവരം പുറത്തറിയാതിരിക്കാൻ ഹോസ്പിറ്റൽ പ്രത്യേക ഏർപ്പാട് ചെയ്യണം. അതിന്ന് തന്നെ ചെയ്തേക്കാം. ഇനി നമുക്ക് വിക്രമനോട് ഈ വിവരവും സംസാരിക്കണ്ടേ? ഇപ്പൊ വേണ്ട. അത് നമ്മൾ ഈ അനുവാദം വാങ്ങിയ ശേഷം മതി. അവൻ വരാൻ വിസമ്മതിക്കുമോ? ഒരു പ്രത്യേക പ്രകൃതമാണ്. എന്നാലും ജയിലിൽ നിന്നും പുറത്തു ചാടാൻ ഒരു അവസരമായതുകൊണ്ട് വന്നേക്കുമെന്നാ തോന്നുന്നത്. ഞങ്ങൾ താമസിച്ചു വിക്രമ. താമസിച്ചാലും ഇല്ലെങ്കിലും എനിക്കൊന്നുമില്ല. വിക്രമന്റെ നാട് എവിടെയാ? പറഞ്ഞിട്ട് എന്താ വേണം? വീട്ടിൽ ആരൊക്കെയുണ്ട്? കല്യാണം വല്ലതും ആലോചിക്കാനാണോ? സ്നേഹം കൊണ്ട് ചോദിക്കുന്നല്ലേ വിക്രമ? വേണ്ട വേണ്ട, അങ്ങനെ കൂടെ സ്നേഹിക്കണ്ട. ശരി, വിക്രമനെ സെല്ലിലേക്ക് കൊണ്ടുപോയിക്കോളൂ. എന്നാ മതിയായ? ആ നടാ. ഒരാൾ മുന്നിലും ഒരാൾ പിന്നിലും ഉണ്ടായിരിക്കണം. എന്നെ അവിടെ കൊണ്ടിട്ട് തല്ലാനാണ് ഭാവമെങ്കിലേ എന്റെ വിധം മാറും, പറഞ്ഞേക്കാം.
ഇവന്റെ ഡീറ്റെയിൽസ് ഒന്ന് അറിയണം. നമുക്ക് കൺവിക്ട് രജിസ്റ്റർ നോക്കാം. നെയിം വിക്രമൻ, പ്ലേസ് ഓഫ് ബർത്ത് പാറശാല, ഹൗസ് നെയിം മേടയിൽ, ഫാദേഴ്സ് നെയിം അൺനോൺ, മദേഴ്സ് നെയിം ശാരദ. കൊച്ചമ്മേ, കൊച്ചമ്മേ, ആരത്? ഞാനാണ് പാൽക്കാരി ശാരദ. പാല് അടുക്കളയിലേക്ക് വെച്ചേക്ക്. കൊച്ചമ്മ അവൾ ഇന്നലെ വീട്ടിൽ പോയി. പ്രസവം കഴിഞ്ഞേ വരൂ. തിളപ്പിച്ച് തരണം ഇമ്മന്. ആ ഏമാനെ, തീപ്പെട്ടി എവിടെ ആയിരിക്കുന്നേ? എന്താ ആലോചിക്കുന്നത്? അല്ല, വിക്രമിനെ ഒരു പോലീസ് ഓഫീസറാക്കി എടുക്കേണ്ടത് എങ്ങനെയാണെന്ന് ആലോചിക്കായിരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ കുറെ ബുദ്ധിമുട്ടുള്ള കാര്യമാണെന്ന്. ബുദ്ധിമുട്ടിയ പ്രയോജനമുണ്ടല്ലോ, അതുകൊണ്ട് ബുദ്ധിമുട്ടാൻ തന്നെ തീരുമാനിച്ചു. അപ്പോ ഗവൺമെന്റ് സാങ്ഷന്റെ കാര്യം? ഇന്ന് തന്നെ ഐ ജിയെ കണ്ട് അനുമതി വാങ്ങാം. താങ്ക്സ്. ഞാൻ വീട്ടിലേക്ക് ഒന്ന് ഫോൺ ചെയ്യട്ടെ. ബൈ ഓൾ മീൻസ്. അവന് സെല്ലുക്കുള്ള പോട്ടാത്ത സെന്റർ. യെസ് സർ. You please contact IG's PA and fix up an appointment today itself. യെസ് സർ. ഹലോ, വത്സലയല്ലേ? ആ അതെ, ഞാൻ തന്നെ. ആ, ജയമോഹന്റെ അസുഖമൊക്കെ ഭേദമായി. ഇനി കുറച്ചാൾ റെസ്റ്റ് എടുക്കണമെന്ന് ഡോക്ടർ പറയുന്നു. വേണ്ട, വീട്ടിൽ വേണ്ട, നമ്മുടെ എസ്റ്റേറ്റ് ബംഗ്ലാവാണ് നല്ലത്. ആ വത്സല എസ്റ്റേറ്റ് ബംഗ്ലാവിൽ എത്തണം. വാച്ച്മാനോടുണ്ട്. ജയമോഹനോട് ഒന്നിച്ച് ഞാനും അവിടെ എത്താം. ഓക്കെ? വിക്രമ, നിന്നെ അയക്കുന്നത് എന്ത് കാര്യത്തിനാണെന്ന് നിനക്കറിയാമല്ലോ. ഉത്തരവാദിത്വത്തോടും ആത്മാർത്ഥതയോടും കൂടി അത് ചെയ്തിട്ട് വരണം. മിസ്റ്റർ മേനോൻ, നൗ യു ക്യാൻ ടേക്ക് ഹിം. ഗുഡ് ലക്ക്. താങ്ക്സ്. വരൂ വിക്രമ.